വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് LSSനെ കുറിച്ച് വീഡിയോകളാണ്. ഇന്നത്തെ വിഷയം EVS അല്ലേ? അതെ, EVSൽ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്, ഇന്ത്യ ഇസ് മൈ കൺട്രി. അതിൽ നിന്നുള്ള ചില പോർഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യ 200 വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു എന്നുള്ള കാര്യമാണ്. 200 years ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ അടക്കി ഭരിച്ചിരുന്നത്. നിഷാനോടുള്ള ചോദ്യം, ഇന്ത്യ ഭരിക്കണമെന്ന ഉദ്ദേശത്തോടെ വന്ന ആദ്യത്തെ വെസ്റ്റേൺ കൺട്രി, പാശ്ചാത്യ രാജ്യക്കാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു ആദ്യം വന്നത്. ശരിയാണ്, ആദ്യം വന്നവർ പോർച്ചുഗീസുകാരാണ്. എന്നിട്ട് പിന്നാലെ ആര് വന്നു? ഡച്ചുകാർ വന്നു. ഡച്ചുകാർ എന്ന് ഉദ്ദേശിക്കുന്ന ഏത് രാജ്യക്കാരാ? നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ട്. അവരാണ് ഡച്ചുകാർ എന്ന് പറയുന്നത്. ഡച്ചുകാരാണ് രണ്ടാമത് വന്നത്. പോർച്ചുഗീസുകാർ ആദ്യം വന്നത് കേരളത്തിലാണ്. പിന്നീട് ഡച്ചുകാർ വന്നപ്പോഴും കേരളത്തിലേക്കാണ് വന്നത്. പോർച്ചുഗീസുകാരെ കുഞ്ഞാലിമരക്കാർ ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്ത് പുറത്താക്കിയ കാര്യം നമുക്കറിയാം. ഡച്ച് ശക്തി ഇന്ത്യയിൽ അവസാനിക്കുന്നതും കേരളത്തിൽ നടന്ന ഒരു യുദ്ധത്തോടെയാണ്. ഏത് വർഷം? 1741. 1741 1741 നടന്ന കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യമാണ് ഡച്ചുകാരെ തോൽപ്പിക്കുന്നത്, ഹോളണ്ടുകാരെ. എന്നാൽ പിന്നീടും വന്നൊരു കൂട്ടര്, അതാരാ? ഫ്രഞ്ചുകാർ വന്നു. അവർക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഇന്ത്യ അടക്കി ഭരിക്കാൻ അവസരം കിട്ടിയത് ബ്രിട്ടീഷുകാർക്കാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് എന്തിനാണ്? സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്പൈസസ് ഒക്കെ തേടി. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടി വന്നത് അല്ലേ? നമ്മൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർക്കുക, എന്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വരാനുള്ള കാരണം, വാട്ട് ആർ ദ റീസൺസ് എന്ന് ചോദിച്ച് താഴെ കുറച്ച് കാര്യങ്ങൾ തരും, ABCD. എന്നിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. നിനക്ക് ചുമ്മാ 4 ചോയ്സ് പറയാം. എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്? സ്വാഭാവികമായിട്ട് ശരി ഉത്തരമായിട്ടുള്ള 1-2 വരാമല്ലോ. ആ, 4 ഓപ്ഷനേ തരുള്ളൂ. കച്ചവടം, ഫോർ ട്രേഡ്. പിന്നെ ടൂറിസത്തിനായി. അതായത് ഉത്തരം തെറ്റായ ഉത്തരവാണല്ലേ അത്? ടൂറിസത്തിനായിട്ടാണ് ഇന്ത്യ. ഓപ്ഷൻ ടൂറിസത്തിന്. 3 സ്പൈസസ് നീ പറഞ്ഞു, സുഗന്ധവ്യഞ്ജനങ്ങൾക്കായി. ഓക്കെ. 4 പിന്നീട് ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ, ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ അല്ലേ? അങ്ങനെയൊക്കെ വേണേ വരാം. ആക്ച്വലി അതിനകത്ത് കറക്റ്റ് ആയിരിക്കുമല്ലോ. സ്പൈസസിന് വേണ്ടിയിട്ട്, ട്രേഡിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം, കോളനികളാക്കാൻ, ഇന്ത്യയെ കോളനിയാക്കാൻ വേണ്ടിയൊക്കെയാണ് അവർ വന്നത്. അവർക്ക് റിസോഴ്സസ് വേണമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. അങ്ങനെ വരുന്നു, ബ്രിട്ടീഷുകാർ വന്നു. അവസാനം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ആരംഭിക്കുന്നു. 200 വർഷത്തോളം ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിച്ചു. ഇനി അടുത്തൊരു ചോദ്യം, വളരെ എളുപ്പത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ അടക്കി ഭരിക്കാൻ, ഇന്ത്യയെ പിടിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ് പറ്റിയത്? അതാണ് അടുത്തൊരു ചോദ്യം. അവർ വരുമ്പോൾ ഇന്ത്യ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒറ്റ രാജ്യമായിരുന്നു? യെസ്, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പോലത്തെ ഒരു വലിയ രാജ്യമായിരുന്നില്ല. അത് വളരെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയായിരുന്നു. ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു, തൗസൻഡ്സ് ഓഫ് കൺട്രീസ്. ആക്ച്വലി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലും, ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യയിലെ കുറേ ഭാഗങ്ങളൊക്കെ ഒന്നിപ്പിച്ചതിന് ശേഷം പോലും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലും 550ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. ഓക്കെ, അവർ വന്നു കഴിയുമ്പോൾ അവരാദ്യം ചെയ്ത ഒരു കാര്യം, അവർ ഇന്ത്യയിലെ രാജ്യങ്ങളുമായിട്ട് ഓരോ കച്ചവടവും കരാറും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ രാജാക്കന്മാരെയൊക്കെ പ്രീതിപ്പെടുത്തി അവിടെ വലിയ ഫാക്ടറികളൊക്കെ രൂപീകരിച്ചു, കോട്ടകളൊക്കെ ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും അവിടെ കച്ചവടവും ട്രേഡും കൃഷിയും, അഗ്രികൾച്ചറും, ട്രേഡ് ആൻഡ് അഗ്രികൾച്ചർ, കച്ചവടവും കൃഷിയും ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ഇന്ത്യയിൽ എന്താണ് കൃഷി ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് കച്ചവടം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അതിന് എത്ര കൂലി കൊടുക്കാം, എവിടെ എന്തൊക്കെ ചെയ്യാം, ഇതെല്ലാം അവരാണ് തീരുമാനിച്ചത്. അങ്ങനെ വരുമ്പോൾ ആദ്യം അവർക്ക് ആധിപത്യം കിട്ടിയത്, ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ ശക്തി പിടിക്കുന്നത് ഈ 2 മേഖലകളിലാണ്, ട്രേഡും അഗ്രികൾച്ചറും. മനസ്സിലാവുന്നു? കച്ചവടത്തിലും. നമ്മൾ പിന്നെ ഗാന്ധിയുടെ കാര്യമൊക്കെ വരുമ്പോൾ കാണും, ഇൻഡിഗോ കർഷകർ. ഇവിടെ നെല്ലും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യുന്നതിന് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യം നീലമായതുകൊണ്ട് അത് കൃഷി ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കാണും. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമതൊരു കേസ്,
ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ ശത്രുക്കളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം തമ്മിൽ എപ്പോഴും അത് കൺസിഡർ ദംസെൽസ് ആസ് എനിമീസ്. അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് റെഡിയായിരുന്നു. അവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പക്ഷം പിടിച്ച് അങ്ങനെ ഒരു രാജ്യത്തെ സഹായിക്കും, മറ്റേ രാജ്യത്തെ ബുദ്ധിമുട്ടിക്കും. അങ്ങനെ വളരെ എളുപ്പത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു രാജ്യമായിട്ട് യുദ്ധം വരുമല്ലോ, അപ്പൊ ബ്രിട്ടീഷുകാര് ഒരു രാജ്യത്തെ സഹായിക്കും. അവർക്ക് കൂടുതൽ ഇതൊക്കെ ഉണ്ടല്ലോ, ശക്തിയും തോക്കും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എതിർ രാജ്യം തോക്കും. എതിർ രാജ്യത്തിനായിരിക്കും ശരിക്കും ശക്തി, പക്ഷെ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് കാരണം തോക്കും. അപ്പൊ ജയിക്കുന്ന രാജ്യത്തിന് ഫുൾ ആധിപത്യവും ബ്രിട്ടീഷുകാർക്ക് കിട്ടും. അപ്പൊ ബ്രിട്ടീഷുകാർ അങ്ങനെ ചെയ്ത് അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനി അവിടെയും നിങ്ങൾക്ക് LSSനൊക്കെ വരുമ്പോൾ, LSS അല്ല ഇപ്പം CM കിഡ് ആണ് നിങ്ങൾക്കല്ല, നിഷാൻ ഇനി LSS എഴുതി അടുത്ത വർഷം മുതലൊക്കെ USS ആണ്. CM കിഡ് എനിക്കുണ്ട്. 7ാം ക്ലാസ്സിലല്ലേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ ഒരു നാട്ടുരാജ്യവും തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അവിടെ ആധിപത്യം കിട്ടിയിരുന്നത്? വാട്ട് ആർ ദ റീസൺസ്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എനിക്ക് റിയൽ കാരണങ്ങൾ. റിയൽ ഒന്നാമത് അവരുടെ പുതിയ രീതിയിലെ വെപ്പൺസ്, ആയുധങ്ങളൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ബ്രിട്ടീഷുകാർക്ക് നമ്മളെക്കാൾ മേൽമേൽ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ വെപ്പൺസ് ആണ്. ഇപ്പോൾ ഗൺ പൗഡർ അല്ലെ, പ്രധാനപ്പെട്ട തോക്കുകൾ, അത്തരം സംവിധാനങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. വെടിമരുന്ന്, തോക്ക്, മെഷീൻ ഗണ്ണ്, ഇതിൻ്റെ എല്ലാം യൂസേജ് കൃത്യമായിട്ട് അറിയാവുന്നത് ബ്രിട്ടീഷുകാർക്കാണ്. അപ്പോൾ വെപ്പൺസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യുദ്ധം ഉണ്ടാകുമ്പോൾ നല്ല വെപ്പൺസ് അവർക്കാണ്. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും? പിന്നെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അതും ഒരു ശരിയാണ്. അവർക്ക് ഫിനാൻഷ്യലി അവർ സെറ്റ് ആയിരുന്നു. പക്ഷെ യുദ്ധത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അതാ ഉദ്ദേശിച്ചത്. അത് ഇവരുടെ ആൾക്കാരുടെ എണ്ണത്തിന്റെ കൂടുതൽ. ആര്, ബ്രിട്ടീഷുകാരോ? അല്ല, ബ്രിട്ടീഷുകാരുടെ എണ്ണം കൂടുതലാകില്ലല്ലോ, ഇന്ത്യക്കാരാണ് കൂടുതൽ. പക്ഷേ ഇന്ത്യയിലെ നമ്മൾ നേരത്തെ കണ്ട പ്രശ്നം, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ പലതായി മുറിഞ്ഞു കിടക്കുകയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകും. അത് എളുപ്പമായി. വാർ ടാക്ടിക്സ്, യുദ്ധതന്ത്രങ്ങൾ, വെപ്പൺസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രിട്ടീഷുകാർക്ക് അവർക്ക് യുദ്ധം എങ്ങനെ ചെയ്യണം എന്നറിയാം, യുദ്ധത്തിന് എന്തൊക്കെയാണ് ടാക്ടിക്സ് യൂസ് ചെയ്യേണ്ടതെന്നറിയാം. അങ്ങനെയുള്ള യുദ്ധതന്ത്രങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. വളരെ കേമന്മാരായിരുന്നു. നെപ്പോളിയനെ തോൽപ്പിച്ചു അയാൾ തന്നെയാണ് ഇവിടെ വന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിക്കുന്നത്. ശരിയായ കാര്യം. അപ്പം അങ്ങനെയൊക്കെയുള്ള പല തന്ത്രങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അടുത്തൊരു ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ ഒരു യുദ്ധമുണ്ട്, പ്ലാസി യുദ്ധം. 1757 ബ്രിട്ടീഷുകാർ ബംഗാളിലെ ഗവർണറായിരുന്ന സിറാജ് ഉദ് ദൗള, ആ പേര് ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തൊരു കൂട്ടുകാർക്ക്. സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെട്ടു. യെസ്, ഇതിനകത്ത് ഇത് സിറാജ് ഉദ് ദൗളയുടെ കാര്യം പഠിക്കാനില്ല, നമ്മളത് ഇത്തവണ പഠിക്കണം എന്ന് പറയാൻ കാര്യം, ഇത്തവണ EVSന്റെ കൂടാതെ 10 മാർക്കിന്റെ ജനറൽ നോളജ് ഉണ്ട്. ആ ജനറൽ നോളജിന്റെ സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതിൽ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ക്ലാസ്സിന് അപ്പുറമുള്ള കാര്യങ്ങൾ, അതെ, സിലബസിനകത്ത് പറയുന്ന കാര്യങ്ങൾക്കൊപ്പം എക്സ്ട്രാ ഒന്ന് പഠിക്കണം. അപ്പോൾ പ്ലാസി യുദ്ധം എന്നൊരു യുദ്ധം ഉണ്ടെന്ന് പഠിക്കണം. 1757 പറയണം. സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ വരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ആ ബ്രിട്ടീഷ് ഗവർണറുടെ പേരും പറയണം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നൊക്കെ വിളിക്കപ്പെടുന്നയാൾ റോബർട്ട് ക്ലൈവ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ഓക്കെ, ചതിയിലൂടെ എല്ലായിടത്തും ചതിയുണ്ട്. മിർ ജാഫർ, മിർ ഖാസിം എന്നൊക്കെ പറഞ്ഞ് ഗവർണർ, അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നതിനകത്തുള്ള വളരെ പ്രധാന ഒരു ഭയങ്കര തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് നമ്മൾ ചതിയെന്ന് വിളിക്കും. അതിനെയാണ് നേരത്തെ വാർ ടാക്ടിക്സ് എന്നൊക്കെ പറഞ്ഞത്. എതിർപക്ഷത്തുള്ള രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട സൈനിക നേതാക്കന്മാരെയും പ്രധാനമന്ത്രിമാരെയൊക്കെ പല രീതിയിലൂടെ അവരുടെ പക്ഷത്താക്കും, സൈനികരെ തന്നെ പക്ഷത്താക്കും. അങ്ങനെയൊക്കെയാണ് അവർ ജയിച്ചുകൊണ്ടിരുന്നത്. ഇതിനെതിരെ പതിയെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ബ്രിട്ടീഷുകാർ കീഴടക്കി കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ സംഘടിക്കാൻ തുടങ്ങി. ആ സംഘടിച്ചുകൊണ്ട് അവർ പലതരത്തിലുള്ള സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്തു. അതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മളൊരു പേരിട്ട് വിളിക്കുന്നത്. എന്താ? ഫ്രീഡം ഫൈറ്റ് അല്ല ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സംഭവങ്ങൾ നമുക്ക് പഠിക്കണം. കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പഠിക്കണം. കൂടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട പ്രഗത്ഭരായ ആളുകളെ കുറിച്ചും പഠിക്കണം. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും പ്രത്യേകം പറയാനുണ്ടോ? ഒരു കാര്യം കൂടി എനിക്ക് വളരെ പ്രത്യേകിച്ച് പറയാനുണ്ട്. അതായത് നമ്മളിപ്പോൾ ചാനലിലൂടെ വീഡിയോകൾ ഇടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ LSS വല്ലാണ്ട് മാറിയിട്ടുണ്ട്. പുതിയ രീതിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ, പുതിയ രീതിയിലെ ചോദ്യങ്ങൾ,
പുതിയ സിലബസ്. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഞങ്ങൾ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന് 300 രൂപയാണ് ഫീസ്. അതിനായി നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ അംഗമാകാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻസും മറ്റേ പുതിയ ടൈപ്പ് സിലബസ് ചോദ്യങ്ങളും കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനുള്ള അവസരവും എല്ലാത്തിനും ഒടുവിൽ നമ്മളൊന്ന് റെഡിയായി എന്ന് തോന്നാൻ വേണ്ടി ഒരു ചെറിയ മോഡൽ പരീക്ഷയും ഞങ്ങൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സിന് നമ്മൾ വെറും 300 രൂപയുള്ളൂ. എല്ലാ LSS കൂട്ടുകാരും CM Gate കൂട്ടുകാരും ഈ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ അയക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് LSS ഒന്നിച്ച് പഠിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്ന് നിഷാൻ.